സൺഡേ ആയിട്ട് നിന്ന് പുറത്തേക്ക് പോവാട്ടോ. കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ട് വീട്ടിലേക്ക്. കുറച്ച് ഗ്രോസറീസ് വാങ്ങണം, പിന്നെ ഫിഷൊക്കെ വാങ്ങാനുണ്ട്. പോർക്ക് വെച്ചിട്ട് കുറേ ആയി, അപ്പോൾ അതും വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ചേട്ടാ അവിടെ എൻ്റർ ചെയ്തിട്ട് വരാം. ഞങ്ങൾ യു.പിയിൽ ഷാജാംപൂരാണ് നിൽക്കണത്. അവിടെ പോണ വഴിയാണ് കേട്ടോ ഈ കാണുന്നത്. വണ്ടിയിലാണെങ്കിൽ പെട്രോൾ ഉണ്ടായില്ല, പമ്പ് എത്തുന്നുള്ള സംശയമായിരുന്നു. അങ്ങനെ ഒരുവിധം ലാസ്റ്റ് പമ്പ് എത്തി. എൻ്റെ പെട്രോളൊക്കെ അടിച്ചിട്ട് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇതവിടുത്തെ കാറിൻ്റെ സെല്ലിങ്ങിൻ്റെ സ്ഥലമാണ് കേട്ടോ. സെക്കൻഡ് ഹാൻഡ് കാറുകളും ഒക്കെ ഉണ്ട്. നല്ല റേറ്റ് കുറവാണ് കേട്ടോ ഇവിടെ കാറിനൊക്കെ. ലാസ്റ്റ് ഞങ്ങളിത് ഫിഷ് മാർക്കറ്റിൻ്റെ അവിടെ എത്തി. ഇവിടെ ലൈവ് ഫിഷൊക്കെ കിട്ടും കേട്ടോ. അപ്പം ഞങ്ങൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് 2 മീനെ വാങ്ങിച്ചു. നെയ്മീനാണ് വാങ്ങിച്ചത്. നെയ്മീനും കുറേ മീനുകളുണ്ട് കേട്ടോ. ലൈവായിട്ടുള്ളതും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. ഞങ്ങളപ്പോൾ ഇതിൽ നിന്ന് വാങ്ങിച്ചു. ഇയാളിൽ നിന്ന് സ്ഥിരം വാങ്ങണ കാരണം ഇവരിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, വറുക്കാനായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ കുറച്ച് പയർ, പരിപ്പ് അങ്ങനത്തെ ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിച്ചു. പിന്നെ പോർക്ക് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ മീറ്റ് നല്ലത് എത്തിയിട്ടില്ല. അപ്പോൾ കുറച്ചൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒന്ന് കറങ്ങാമെന്ന് വെച്ചിട്ട് പോയതാ. ഇതവിടുത്തെ മാർക്കറ്റാണ് കേട്ടോ. എല്ലാ ഐറ്റംസും ഉണ്ട്. സൺഡേ മാർക്കറ്റായിരുന്നു എന്ന് തോന്നുന്നുണ്ടെന്ന്. സൺഡേ കാരണം കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ഐറ്റംസൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്നു. ഇനി വേണം കേട്ടോ ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാലത്ത് ചോറ് വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഐറ്റംസൊക്കെ വാങ്ങിച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് സോർട്ട് ചെയ്തിട്ട് ഫുഡ് വെച്ചിട്ട് വേണം കഴിക്കാൻ. ഇപ്പം സമയം ഒരു 1:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാം വാങ്ങിയിട്ട് വീട്ടിലെത്തിയപ്പോൾ. ഇനി ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇപ്പോൾ കുക്കിംഗ് തുടങ്ങിയിട്ടാണ്. ഞാനും ചേട്ടനും കൂടിയിട്ടാണ്, രണ്ടാളും കൂടിയിട്ടാണ്. ചേട്ടപ്പോൾ പോർക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ടുള്ള പരിപാടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അത് നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതേ കറിയുടെ അത് സ്റ്റാർട്ട് ചെയ്ത് വെക്കാനായിട്ട് പോർക്ക് കറിയായിട്ടായിട്ട് വെക്കണം. പിന്നെ അതിനിടയ്ക്ക് മീൻ വറുക്കാനുള്ള അതിൻ്റെ മസാലയൊക്കെ തേച്ച് വെക്കുന്നുണ്ടായിരുന്നു. രണ്ടാളും കൂടിയിട്ട് വെക്കണം. ഇപ്പം ചേട്ടനാണ് കേട്ടോ കറി ഇളക്കിക്കൊണ്ടിരിക്കണത്. അങ്ങനെ സമയം ഇപ്പം തന്നെ 3 മണിയായിട്ടുണ്ട്. ഇത് കുക്ക് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് ഇനി ഫുഡ് കഴിക്കാൻ. വിശന്നിട്ടാണെങ്കിൽ വയ്യ. അതിനിടയ്ക്ക് വീട്ടിലേക്കും വിളിക്കാനുണ്ടായിരുന്നു. അപ്പം അതും ചെയ്യേണ്ട ഇടയ്ക്ക് അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക. ലാസ്റ്റ് കറി ഒരുവിധം ഫിനിഷിങ്ങിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനത്തെ ഫിഷ് ഫ്രൈ ചെയ്യാനുള്ളത് ഇതേ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റിക്ക് മാറ്റി വെച്ചു. അങ്ങനെ അപ്പോൾ പോർക്ക് കറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിനിടയ്ക്ക് വേറെ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടിലേക്ക് വിളിക്കലും അല്ലാണ്ട് അടുക്കളയിൽ ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനതൊക്കെ ചെയ്തു. ചേട്ടൻ കറിയുടെ പരിപാടി നോക്കി. പിന്നെ ഞാൻ ഫിഷ് വറുക്കാനായിട്ട് വെച്ചു കേട്ടോ. 2 മീൻ, അത് തലയായിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് തല വെട്ടി കളഞ്ഞു. എന്നിട്ട് നോർമലായിട്ട് വറുത്തു. ഇതിൽ 2 വറുക്കാനുള്ള സ്പേസ് ഉണ്ടായുള്ളൂ. അപ്പം അങ്ങനെ ഇട്ടിട്ട് അത് വറുത്തു. ഇപ്പോൾ ഒരു 3 മണി കഴിഞ്ഞിട്ടുണ്ട്. അതിനിടയ്ക്ക് കറണ്ട് പോയിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ മീൻ വറുത്തോണ്ടിരിക്കുക. ഇതും കൂടെ കഴിഞ്ഞു. ഫുഡ് കഴിക്കാറായിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് പ്രിപ്പറേഷൻസിലായി. ഇതേ ഫിഷ് ഫ്രൈ ആയി. ഇത് കുടിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. കറിയും ആയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ടേസ്റ്റിങ്ങൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. കറി നല്ല രസമുണ്ടായിരുന്നു. ഇത് ലാസ്റ്റ് ഫിനിഷിങ് എത്തിയിട്ടുണ്ട്. ഫിഷ് ഫ്രൈ ആയിട്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചോറ് വിളമ്പിയിട്ടുണ്ട്. കറികളൊക്കെ ആക്കിയിട്ട് ഞങ്ങളിതേ കഴിക്കാൻ വന്നിരിക്കുക. ആ കറക്റ്റ് സമയത്ത് തന്നെ ഫുഡൊക്കെ റെഡി ആയ നേരത്തെ ലാസ്റ്റ് കറണ്ട് പോയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇരുട്ടത്തിൽ നിന്നിട്ടാണ് ഫുഡ് കഴിക്കാൻ പോണേ. അധികം വിളിച്ചൊന്നുമില്ല കേട്ടോ. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അതേ കറിയുണ്ട്, ഫിഷ് ഫ്രൈ ഉണ്ട്, ചോറുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ശരി ഗൈസ്, ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ.